ഹലോ ഫ്രണ്ട്സ്, ഇതേ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ താറാമുട്ട കേട്ടോ. അപ്പോൾ മുട്ടയെടുത്ത് ഇമാതിരി അലക്കലൊക്കെ കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോവില്ലെന്നല്ലേ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പുഴുങ്ങിയ മുട്ടയായിരുന്നു, അത് കാരണമാണ് പൊട്ടാത്തത്. ഇമാതിരി അലക്കലക്കി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെ പൊളിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ അമ്മാതിരി കട്ടിയുള്ള ആ തോടാണ് കേട്ടോ. ഈ പൊട്ടിച്ചെടുക്കണ വഴിക്കാണെങ്കിലും മുട്ടയുടെ വെള്ളക്കരുല്ലേ തോടിൻ്റെ അകത്ത് കുറേ ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. അതിനിങ്ങനെ തോണ്ടി തിന്നുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സമാധാനമാണ്. അത് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ തോണ്ടി കഴിക്കണേന് കേട്ടോ. അപ്പോൾ ചിലത് നല്ല മൊഞ്ചിന് കിട്ടിയിരിക്കണം, ചിലത് കുറേ വെള്ളക്കൊരു തോടിക്കൂടെയൊക്കെ പോയി അങ്ങനെയൊക്കെ കിട്ടിയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് മുട്ട മുറിച്ചെടുക്കാം. എന്താ ഞാൻ ഉണ്ടാക്കണേന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കിണ്ടിയൊക്കെയല്ല മുട്ട തോരൻ വെക്കാം. ഇത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മുട്ട നമ്മൾ പുഴുങ്ങിയിട്ടാണ് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് പോണത്. ഈ പിച്ചാത്തിക്കാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തോ ദേഷ്യം പോലെയാണ്. കാരണം മേടിക്കണ പിച്ചാത്തിക്കൊന്നും തീരെ മുറിച്ചുണ്ടാവില്ല കേട്ടോ. 2 ദിവസം മുറിച്ചായിട്ട് ഇരിക്കുമെങ്കിൽ അടുത്ത ദിവസം മുതൽ മുറിച്ച തീരെ ഉണ്ടാവില്ല. ഇപ്പം ഏത് പിച്ചാത്തി മേടിച്ചാലും അങ്ങനെയാണ്. നമ്മൾ അരം വെച്ച് തേച്ചെടുത്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് എടുത്ത് കഴിഞ്ഞാൽ ഇതന്നെ അവസ്ഥ കേട്ടോ. എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് ഇതേ മുട്ട മുറിച്ചെടുക്കണം. ഭംഗിയൊന്നും ഇല്ല കേട്ടോ മുട്ട മുറിച്ചെടുത്തതിന്. അപ്പോൾ ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മളെ കടുകിനെ പൊട്ടിച്ചെടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ വേണ്ട മെയിൻ സാധനമാണ് നമ്മുടെ സവാള ചേട്ടൻ ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി അതിങ്ങനെ കുനുകുനാന്ന് അരിഞ്ഞത്, നമ്മുടെ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി ഒരു സെറ്റപ്പിലാവുമ്പോഴത്തേക്ക്, അതായത് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് കുരുമുളക് ഇടാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ജീരകം പൊടിച്ചത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെക്കാം കേട്ടോ. ആ മസാല മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ കുത്തലൊന്ന് പോകുന്നവരെ. എന്നിട്ട് നമുക്ക് ഇനി ഇളക്കാം. ഇളക്കി നമുക്ക് ഒരു സെറ്റപ്പ് ആകുമ്പോൾ, അതായത് മസാലയൊക്കെ അതിൽ പിടിച്ച് ആ കുത്തലൊക്കെ പോയി കിട്ടുമ്പോഴത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടയില്ലേ അതും ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഇട്ട് കൊടുത്തിട്ട് ഇനി ഇളക്കൽ തന്നെ, ഫുള്ള് ഇളക്കലാണ് കേട്ടോ. നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം. എന്നാലേ ആ ഉപ്പും മസാലയും അതൊക്കെ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ ആ മുട്ടയില്ലേ അതിലേക്ക് പിടിക്കുള്ളൂ കേട്ടോ. നന്നായിട്ട് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് മൂടി തുറന്ന് സംഭവം സെറ്റായിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി പിന്നെ ഇളക്കൽ തന്നെ കേട്ടോ. പിന്നെ ഇളക്കി എല്ലാം കൂടെ അങ്ങോട്ട് യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞ്. ഇത്രയേ ഉള്ളൂ മുട്ടത്തോരൻ എന്ന് പറയുന്ന പരിപാടി. അപ്പം മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാം, അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ഇതാ മുട്ടയുടെ മഞ്ഞക്കുരുവൊക്കെ കണ്ടോ, എന്ത് സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വെള്ളക്കുരു ഇല്ലേ അതാണെങ്കിൽ വേറെ എന്തോ പോലെ ഫ്രൈ ആയ പരിവായിട്ടുണ്ട് കേട്ടോ. എന്നാലും ഭയങ്കര ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയണതല്ല, നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാൻ ദേ കഴിച്ചു നോക്കുന്നുണ്ട്. കുറച്ച് ഓവർ എക്സ്പ്രഷൻ ആയിപ്പോയി. അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ. എക്സ്പ്രഷൻ ഇത്രയും വേണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.